കുടുംബത്തിലെ പ്രായപൂർത്തിയായ 2 പേർക്ക് 300 രൂപ വീതം നൽകുമെന്ന് സർക്കാർ തുടക്കം മുതൽ തന്നെ ഉറപ്പ് നൽകിയിരുന്നു. 300 രൂപ വെച്ച് 9 മാസക്കാലം ദുരന്തബാധിതർക്ക് നൽകുമെന്നായിരുന്നു സർക്കാർ വാഗ്ദാനം. എന്നാൽ 4 മാസത്തോളമായി ഈ തുക ലഭിക്കുന്നില്ല. ഇതോടെ കടുത്ത ദുരിതത്തിലായിരിക്കുകയാണ് ദുരന്തബാധിതർ. നിലവിൽ മുടങ്ങിക്കിടക്കുന്ന ധനസഹായം അടിയന്തരമായി കൊടുക്കാൻ സർക്കാർ തയ്യാറാവണമെന്നും തുടർ ചികിത്സയുടെ കാര്യത്തിൽ ഇന്നലെ നിയമസഭയിൽ റവന്യൂ വകുപ്പ് മന്ത്രി പറഞ്ഞത് വിചിത്രവാദമാണെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ പറഞ്ഞു. 300 രൂപ 3 മാസം ലഭിക്കുകയും അതിനുശേഷം അവസാനിപ്പിക്കുകയും ചെയ്യും. അതിനുശേഷം റവന്യൂ വകുപ്പ് മന്ത്രി പറഞ്ഞത് ദുരന്ത മേഖലയിൽ നമുക്ക് ഉത്തരവ് പ്രകാരം 3 മാസമേ കൊടുക്കാൻ കഴിയുള്ളൂ എന്നുള്ളത്. പക്ഷെ ആ കൊടുക്കുന്ന സമയപരിധി കഴിഞ്ഞാൽ കേരളത്തിന്റെ മന്ത്രിസഭാ യോഗത്തിന് ചർച്ച ചെയ്ത് സർക്കാരിനൊരു തീരുമാനമെടുക്കാവുന്നൊരു വിഷയത്തിൽ ആ തീരുമാനം എടുക്കാതിരിക്കുകയും പിന്നീട് ഇത് വലിയ പ്രയാസമായി വന്നപ്പോൾ ജനുവരി മുതൽ മുൻകാല പ്രാബല്യത്തിൽ അത് കൊടുക്കാനുള്ള തീരുമാനമെടുത്തു എന്ന് പറയുമ്പോൾ അതിനിടയിലുള്ള കാലതാമസം വന്ന മാസങ്ങളിലെ പണം കൊടുക്കാതിരിക്കുക എന്നുള്ളതും കൂടി സർക്കാർ ചെയ്യുന്നുണ്ട്. അതേസമയം ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനുള്ള ടൗൺഷിപ്പിന്റെ നിർമ്മാണം ഈ മാസം 27-ന് ആരംഭിക്കുമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ ടൗൺഷിപ്പിൽ വീട് വേണ്ടവർക്ക് വീടിനൊപ്പം 10 സെന്റ് സ്ഥലം തന്നെ വേണമെന്ന നിലപാടിലാണ് ദുരന്തബാധിതർ. വീട് വേണ്ടാത്തവർക്ക് സാമ്പത്തിക ധനസഹായമായി 40 ലക്ഷം രൂപ നൽകണമെന്നുമാണ് ഇവരുടെ ആവശ്യം. സി മലയാളം ന്യൂസ്, വയനാട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.